നീ എൻ സ്വന്തം ഭാഗം 77. അതുകൊണ്ട് അച്ഛൻ ചെറിയമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ. കാരണം അവളുടെ കൺസെപ്റ്റിലുള്ള ഒരു ആളെയല്ല സഞ്ജീവ് പ്രഭാകർ. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ഒന്നും താല്പര്യമേ ഇല്ല, ദയ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ശ്രീദേവിന് ചിരി വരുന്നുണ്ടായിരുന്നു. ശ്രീദേവ് ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ഓക്കെ, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ സഞ്ജീവിനെ കുറിച്ച് എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു നടക്കുമ്പോൾ അവൻ്റെ ഫോണിൽ ദക്ഷയുടെ കോൾ വരുന്നുണ്ടായിരുന്നു. എടി കുറുമ്പി, നിന്റെ ആഗ്രഹങ്ങളെല്ലാം പതിയെ പതിയെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോടി എന്ന് പറഞ്ഞ് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, പ്രീഹട്ടിൽ നിന്നും പോന്നോ? ശ്രീദേവ് ചോദിച്ചു. ഇറങ്ങി. ഞങ്ങളിപ്പോൾ അവിടെ ചെറിയൊരു കൈത്തോടില്ലേ, ആ തോടിനടുത്തുണ്ട്, അവൾ പറഞ്ഞു. ദക്ഷ, ഇഷ്ടപ്പെട്ടോ എൻ്റെ റൂം? ശ്രീദേവ് ചോദിച്ചു. നന്നായിട്ടുണ്ട്, ഒത്തിരി ഇഷ്ടപ്പെട്ടു, അവൾ പറഞ്ഞു. അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? ശ്രീദേവ് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാ എല്ലാം ഇഷ്ടപ്പെട്ടു, അവൾ പറഞ്ഞു. എല്ലാം ഇഷ്ടപ്പെട്ടോ? എന്നാലും എന്തെങ്കിലും ഒരു പ്രത്യേക സാധനത്തോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നിക്കാണുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ശ്രീദേവ് ചോദിച്ചു. ഇല്ല, നല്ല ഭംഗിയുണ്ട്, എല്ലാം ഭംഗിയെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക്, അവൾ പറഞ്ഞു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെല്ലാം തീർന്നു കേട്ടോ, ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു, അവൾ പറഞ്ഞു. അത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇന്ന് ഞാൻ ലേറ്റാവെന്ന് പറഞ്ഞില്ലേ, പക്ഷേ എനിക്ക് ലേറ്റായാലും നിന്നെ കാണാതെ ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് വേണ്ടി കാത്തിരിക്കാവോ? ശ്രീദേവ് ചോദിച്ചു. ഞാനൊന്നും കാത്തിരിക്കില്ല, എനിക്ക് ഉറക്കം വരും, ഞാൻ ഉറങ്ങും, അവൾ പറഞ്ഞു. അങ്ങനെ പറയല്ലേ പ്ലീസ്, ഞാൻ ഒരു 12 മണി 12:30 അതിനുള്ളിലെത്തും, അതുവരെ ഒന്ന് കാത്തിരിക്കാൻ പാടില്ലേ? അവൻ ചോദിച്ചു. ആലോചിക്കാം, ഉറപ്പ് പറയില്ല കേട്ടോ ഞാൻ, അവൾ പറഞ്ഞു. ഓക്കെ, ഉറപ്പ് പറയണ്ട, ആലോചിച്ചാൽ മതി. എൻ്റെ പെണ്ണിൻ്റെ ആലോചന ആ സമയം വരെ നീണ്ടുപോയാൽ മതി, അപ്പോൾ ഉറങ്ങില്ലല്ലോ, അവൻ പറഞ്ഞു. അയ്യോ അത് പറ്റില്ല, എനിക്കിന്ന് നേരത്തെ ഉറക്കം വരും, അവൾ പറഞ്ഞു. അതെയോ, അതെന്തെന്നാ നേരത്തെ ഉറക്കം വരുമെന്ന് ഇപ്പോഴേ പറയാൻ പറ്റുന്നത് എങ്ങനെയാ? ശ്രീദേവ് ചോദിച്ചു. അതോ, അത് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങില്ലല്ലോ. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങുകയാണെങ്കിൽ രാത്രി ലേറ്റായിട്ടാണ് ഉറങ്ങാറ്, പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അതെന്താ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റാത്തത്? അവൻ ചോദിച്ചു. അതോ, ഇന്ന് നമ്മളന്ന് പോയ ഗന്ധർവ ക്ഷേത്രമല്ലേ, അതിനടുത്ത് കൂടി തന്നെ ഒരു അരുവിയിലേക്കുള്ളൊരു വഴിയില്ലേ, ഒരു പുഴയിലേക്ക്, ആ പുഴയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, ദക്ഷ പറഞ്ഞു. ആരുടെ ഒപ്പം? ശരണ്യയുടെ വാക്ക് കേട്ടുണ്ടാണോ? എൻ്റെ പൊന്നുമോളെ വേണ്ടാട്ടോ, അവൾക്ക് അവിടെ ശരിക്കൊന്നും അറിയില്ല, അവളുടെ ഒപ്പം പോയി കഴിഞ്ഞാൽ പെട്ടുപോകുമേ, ശ്രീദേവ് പറഞ്ഞു. ഇല്ല, ഇവിടുത്തെ മുത്തച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ചേട്ടൻ്റെ കൊച്ചുമകളില്ലേ, ഞങ്ങളുടെ ഒപ്പം അന്ന് വന്ന ആ കുട്ടിയുടെ കൂടെ പോകുന്നത്, അവൾക്ക് ഇവിടെയെല്ലാം കാണപ്പാടാണല്ലോ. പിന്നെ പോകുമ്പോഴേ വിശുദ്ധിനെയും റോയെയും എല്ലാം കൂട്ടിക്കോ, ഒറ്റയ്ക്ക് പോകാൻ നിൽക്കണ്ട കേട്ടോ, ശ്രീദേവ് പറഞ്ഞു. ശരി, എന്നാ ഞാൻ വെക്കട്ടെ, അവൾ ചോദിച്ചു. വെക്കാണോ? വേറെ ഒന്നും എന്നോട് പറയാനില്ലേ? ശ്രീദേവ് ചോദിച്ചു. എന്ത് പറയാൻ? പ്രത്യേകിച്ച് ഒന്നുമില്ല, അവൾ പറഞ്ഞു. അതെങ്ങനെയാ പ്രത്യേകിച്ച് ഒന്നുമില്ലാതാകുന്നത്? നമ്മൾ രണ്ടുപേരും നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ട് അധികം ആയില്ലല്ലോ. എന്നെക്കുറിച്ച് നിനക്കും നിന്നെക്കുറിച്ച് എനിക്കും മുഴുവനായിട്ടും ഒന്നും അറിയില്ല. എക്സാമ്പിൾ, നിന്റെ ഇഷ്ടങ്ങൾ, നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എല്ലാം. അങ്ങനെ എന്തൊക്കെയുണ്ട് എന്നോട് പറയാൻ? ഒന്നും പറയണ്ടേ? അതുപോലെ തന്നെ തിരിച്ച് എൻ്റെയും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അങ്ങനെയൊന്നും നിനക്കറിയണ്ടേ? സാധാരണ പ്രണയിക്കുന്നവർ തമ്മിൽ അങ്ങനെയാണല്ലോ, ശ്രീദേവ് പറഞ്ഞു. അങ്ങനെയാണോ? ഇതെങ്ങനെ ശ്രീദേവ് സാറിനറിയാം? അവൾ ചോദിച്ചു. ഒരുപാട് സിനിമകളിൽ ഞാൻ ആവേശം ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ശ്രീദേവ് സാറിൻ്റെ ഒരുപാട് സിനിമകളിൽ അങ്ങനെയുള്ള റൊമാൻറ്റിക് സീനുകൾ. മറന്നുപോയതാ, പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല, അവൾ പറഞ്ഞു. ആണോ? പിന്നെ എന്തൊക്കെ സീനുകൾ കണ്ടിട്ടുണ്ട്? എന്തായാലും സിനിമകളിലെല്ലാം ഞാൻ അഭിനയിച്ച സീനുകൾ എനിക്ക് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രതീക്ഷ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ സിനിമയിൽ മാത്രം അഭിനയിച്ച് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർന്നു പോകത്തേയുള്ളൂ എന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു കഥാപാത്രമുണ്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് നീയാണ് കേട്ടോ.
ഈ ശ്രീദേവിൻ്റെ മനസ്സിൽ ഇതുപോലെ ഒരു കാമുകൻ ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്ന് നീയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഗുഡ്, കൺഗ്രാറ്റ്സ്, അവൻ പറഞ്ഞു. ഓ ആയിക്കോട്ടെ, മതി കളിയാക്കിയത്, അവൾ പറഞ്ഞു. ഏയ് ഇല്ല, കളിയാക്കിയതല്ല, സത്യമായിട്ടും പറഞ്ഞതാ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എന്നെ അറിയാവുന്ന എല്ലാവരോടും ചോദിച്ചു നോക്കി അറിയാം. പ്രത്യേകിച്ച് ഞാൻ അവിടെ ഇല്ലല്ലോ. നീ വിശ്വത്തിനോടോ റോയിയോടോ ശങ്കറിനോടോ ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ വേണ്ട, അവിടെ എൻ്റെ മുത്തശ്ശനുണ്ട്, ശക്തിദേവ്. ആള് എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നാണ് പറയപ്പെടുന്നത്. ചോദിച്ചു നോക്ക്, ഈ ശ്രീദേവിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന്. ശ്രീദേവിൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടിയ ആദ്യത്തെ പെണ്ണ് നീയല്ലേ എന്ന്. എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ഞാൻ പറഞ്ഞപ്പോൾ മുത്തശ്ശന് പോലും അതിശയായിരുന്നു. എന്ത് പറ്റിയെന്നാണ് ആദ്യം എന്നോട് ചോദിച്ചത്. മുത്തശ്ശന് ഉറപ്പായിരുന്നു ഒരിക്കലും സിനിമാ രംഗത്ത് നിന്ന് ഒരാളെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയാക്കില്ല എന്ന്. ഇടയ്ക്ക് മുത്തശ്ശിയുടെ സമ്മർദ്ദം മൂലം എന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് പറ്റിയ പെങ്കൊച്ചിനെ ഞങ്ങൾ നോക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ പറയും, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എൻ്റെ കൺമുന്നിൽ വന്ന് തന്നെ ചാടുമെന്ന്. അതെന്തായാലും സത്യമായല്ലോ, എൻ്റെ കൺമുന്നിൽ വന്ന് തന്നെ ചാടിയല്ലോ, ശ്രീദേവ് പറഞ്ഞു. വീണ്ടും ശ്രീദേവിൻ്റെയും ദക്ഷയുടെയും സംസാരം നീണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇതെല്ലാം മിത്ര നോക്കുന്നുണ്ടായിരുന്നു. മിത്ര ശ്രീദേവിനെ നോക്കുന്നത് മിത്രയുടെ അസിസ്റ്റൻറ്റും ശ്രീദേവിൻ്റെ അസിസ്റ്റൻറ്റും കൂടി കാണുന്നുണ്ടായിരുന്നു. ദേ, നിന്റെ മേഡത്തോട് പറഞ്ഞേക്ക്, വെറുതെ ശ്രീദേവ് സാറിൻ്റെ പുറകെ നടന്ന് സമയം കളയണ്ട എന്ന്. ശ്രീദേവിൻ്റെ അസിസ്റ്റൻറ്റ് പറഞ്ഞതും, അതെന്താടോ അങ്ങനെ പറഞ്ഞത്? അതൊക്കെ അങ്ങനെയാ, സമയമാകുമ്പോൾ ശ്രീദേവ് സാറ് തന്നെ പറയും, അപ്പോൾ എല്ലാവരും അറിയും. അതുകൊണ്ട് മുൻകൂട്ടി നിന്റെ മേഡത്തിൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് ഒരു മുൻകരുതലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവസാനം ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാ. ആള് അത്ര നല്ല ഒരു സ്ത്രീയൊന്നും അല്ലെങ്കിലും നല്ലൊരു നടിയാണ്. അവരുടെ ജോലിയിൽ അവർ പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയാം. എന്താടോ, ശ്രീദേവ് സാറിന് വിവാഹം വല്ലതുമായോ? ആകാംക്ഷയോടെ മിത്രയുടെ മാനേജർ ചോദിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാനായിട്ട് ഒന്നും പറയില്ല. ശ്രീദേവ് സാറിൻ്റെ കാര്യങ്ങൾ എല്ലാം ശ്രീദേവ് സാറ് തന്നെയാണ് പറയാത്. മറ്റൊരാൾ പറഞ്ഞ് ഇതുവരെ ആരും കേട്ടിട്ടില്ലെന്ന് തനിക്കറിയാൻ പാടില്ലേ? അറിയാടോ, പക്ഷെ ഞാനും താനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് ചോദിച്ചതേ ഉള്ളൂ, മിത്രയുടെ മാനേജർ പറഞ്ഞു. അവർ വീണ്ടും സംസാരിച്ചുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീദേവ് സാറിനെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നത്. സാധാരണ ഷോട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിരുന്ന് ഒന്നില്ലെങ്കിൽ വായിക്കുകയോ അല്ലെങ്കിൽ കാരവാനിൽ കയറി കിടന്ന് ഉറങ്ങുകയോ ചെയ്യുന്ന ആളാണ്. ഇതിപ്പോൾ ഫോണിൽ തന്നെയാണ്. സെറ്റിലെ എല്ലാവരും പറയുന്നുണ്ട്, അയാൾ പറഞ്ഞു. പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ശ്രീദേവ് സാറിനും അതൊരു പ്രശ്നമേ അല്ല. പറയേണ്ടവർ പറഞ്ഞോട്ടെ. പക്ഷേ ശ്രീദേവ് സാറിൻ്റെ ഒരു രഹസ്യം ആളറിയാതെ പുറത്തേക്ക് പോകില്ല എന്നുള്ള 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ അങ്ങനെ പബ്ലിക്കായിട്ട് നിന്ന് പോലും സംസാരിക്കുന്നത്, അഭിമാനത്തോടെ ശ്രീദേവിൻ്റെ മാനേജർ പറഞ്ഞു. അതും ശരിയാണ്. എന്തായാലും നടക്കട്ടെ. പിന്നെ എൻ്റെ മേഡത്തോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലാന്ന് തനിക്കറിയാലോ. അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അനുഭവത്തിൽ വരുമ്പോൾ പഠിച്ചോളും. എന്നെയും മേഡത്തിൻ്റെ സഹായിയായിട്ട് നിൽക്കുന്ന ആ പെങ്കൊച്ചിനെയും മിക്കപ്പോഴും എയറിലാണ് അവർ നിർത്തുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില നേരത്ത് തോന്നും ഇട്ടെറിഞ്ഞ് പോയാലോ എന്ന്. പിന്നെ മേഡത്തിൻ്റെ അച്ഛനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. എത്ര കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാലും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? മിക്ക പെൺകുട്ടികളും ഇട്ടിട്ട് പോകുന്നത് അവരുടെ വായിലെ സംസാരത്തിൽ നിന്നാണ്. ഒരു കാര്യവും അങ്ങോട്ട് പറയാൻ പറ്റില്ല. അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിലും അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നമാക്കി എടുക്കും. എന്തൊരു സ്വഭാവമാണാവോ. എന്തായാലും സഹിക്കുക തന്നെ. തനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ. ശ്രീദേവ് സാറിനെ പോലെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യമാണ്. ആള് എത്ര നന്നായിട്ടാണ് നിങ്ങളെ നോക്കുന്നത്. ഈ ശ്രീദേവ് സാറിനെ പോലെ തന്നെയാണ് ഗൗതം എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ശ്രീദേവ് സാറിൻ്റെ 7 അയലത്ത് വരില്ല ആ മനുഷ്യൻ. അത് ഈ മിത്രയ്ക്ക് പറ്റിയ ഒരാൾ തന്നെയാണ്. മിത്രയും പുള്ളിയും യോജിച്ച് പോകുന്നുണ്ട് പല കാര്യങ്ങളിലും, അയാൾ പറഞ്ഞു. അത് കേട്ട് ശ്രീദേവിൻ്റെ മാനേജർ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ശ്രീദേവിൻ്റെ മാനേജറുടെ ഫോൺ റിങ് ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്ത് അയാൾ സംസാരിച്ചുകൊണ്ട് ശ്രീദേവിൻ്റെ അടുത്തേക്ക് ചെന്നു. സർ, അയാൾ വിളിച്ചതും ശ്രീദേവ് തിരിഞ്ഞു നോക്കി. എന്താണെന്ന് ചോദിച്ചതും, സർ, നമ്മൾ അന്നൊരു പ്രമുഖ ജ്വല്ലറിയുടെ ആഡ് ഏറ്റിരുന്നില്ലേ, അവരാണ്. അവർ പറയുന്നത് എല്ലാ ഭാഷകളിലേക്കും ആ ആഡ് പോകുന്നുണ്ട് എന്നാണ്. ശ്രീദേവ് സാറിനോട് സംസാരിക്കാൻ അവർ വരട്ടെ എന്നാണ് ചോദിക്കുന്നത്. എന്തു പറയണം സർ, അയാൾ ചോദിച്ചു. ഇന്നെന്തായാലും വേണ്ട, നാളെ ഞാൻ ഉണ്ടാവില്ല, മറ്റൊന്ന് വന്നോളാൻ പറയും, ശ്രീദേവ് പറഞ്ഞു. സർ, വേറൊരു കാര്യം കൂടി പറഞ്ഞു.
അതിൽ സാറിൻ്റെ ഒപ്പം അഭിനയിക്കാനുണ്ടായിരുന്ന ആർട്ടിസ്റ്റിനെ അവർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ചോദിക്കുന്നത് മിത്ര മേഡത്തെയാണ്. മിത്ര മേഡം ആയിരിക്കും സാറിൻ്റെ ഒപ്പം അഭിനയിക്കുക എന്നാണ് അവർ പറയുന്നത്. അത് കേട്ടതും ശ്രീദേവിൻ്റെ നെറ്റി ചുളിഞ്ഞു. ദക്ഷ, ഞാൻ വിളിക്കാം എന്ന് പതിയെ പറഞ്ഞുകൊണ്ട് ശ്രീദേവ് കോള് കട്ട് ചെയ്തു. അതെന്തു പറ്റി പെട്ടെന്ന് എൻ്റെ ഒപ്പം അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിനെ മാറ്റിയത്? ഞാനും താരയും കൂടി തന്നെയല്ലേ അവരുടെ എല്ലാ ആഡുകളും ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് എന്തിനാ മാറ്റിയത്? ശ്രീദേവ് ചോദിച്ചു. അറിയില്ല സർ, ഞാനും ഇപ്പോഴാണ് അറിയുന്നത്, ശ്രീദേവിൻ്റെ മാനേജർ പറഞ്ഞു. എന്നെ ഒന്ന് വിളിക്കാൻ പറയും അവരോട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് തിരിഞ്ഞ് കാരവാനിലേക്ക് പോയി. അയാൾ ശ്രീദേവിനെയും മിത്രയുടെ മാനേജറെയും ഒന്ന് നോക്കി. അയാളുടെ അടുത്തേക്ക് ചെന്നു. എടോ, ശ്രീദേവ് സാറും താരാമേഡവും കൂടി ചെയ്യുന്ന ആ ജ്വല്ലറി ഷോപ്പിൻ്റെ ആഡിൽ നിന്നും താരാമേഡത്തെ മാറ്റി മിത്ര മേഡമാണ് ചെയ്യുന്നത് എന്ന് കേട്ടല്ലോ, സത്യമാണോ? അയാൾ ചോദിച്ചു. അതെ, ഞാൻ അക്കാര്യം പറയാൻ മറന്നു പോയതാണ് നിധി. അത് മിത്ര മേഡത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നാണ് മേഡം എന്നോട് പറഞ്ഞത്. പക്ഷേ അയാൾ മിത്രയെയും മിത്രയുടെ കൂടെ നിൽക്കുന്ന പെണ്ണിനെയും ഒന്ന് നോക്കി. പിന്നെ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട്, ഇതിനിടയിൽ മിത്ര മേഡത്തിൻ്റെ അച്ഛൻ്റെ ഒരു കൈ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. മിത്ര മേഡത്തിൻ്റെ നിർബന്ധം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് താരാമേഡത്തെ മാറ്റിയെന്ന് ഞാൻ അറിഞ്ഞത്. എന്തൊക്കെയോ കളികൾ അതിനിടയിൽ നടന്നിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. ഞാൻ പറഞ്ഞെന്ന് താൻ പറയല്ലേട്ടോ. നമ്മൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് ഞാൻ പറഞ്ഞതാണേ, അയാൾ പറഞ്ഞു. ഇല്ല, ഞാൻ പറയില്ല. എന്തായാലും ശ്രീദേവ് സാർ ആ എഗ്രിമെൻ്റ് സൈൻ ചെയ്യാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് തീരുമാനം എടുക്കാനുള്ള അധികാരം ഉണ്ടല്ലോ. എന്തായാലും അവരോട് സംസാരിക്കണമെന്ന് ശ്രീദേവ് സാർ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഇനി ആ ഷൂട്ടിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റൂ, ശ്രീദേവിയുടെ മാനേജർ നിതിൻ പറഞ്ഞു. എന്തെങ്കിലും കാണിക്കട്ടെ. ആ പെണ്ണിനോട് ആര് പറഞ്ഞാലും കേൾക്കില്ല, അച്ഛനോ അമ്മയോ ആരും. എൻ്റെ ദൈവമേ, സഹിക്കുക എന്നെ. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നതാണ്, അയാൾ പറഞ്ഞു. അന്ന് ലഞ്ച് ബ്രേക്ക് സമയത്തും എല്ലാം ശ്രീദേവ് ദക്ഷയെ വിളിക്കുന്നുണ്ടായിരുന്നു. ഫോൺ കോളുകളും വീഡിയോ കോളുകളും മെസ്സേജുകളുമായിട്ട് ശ്രീദേവ് മുന്നോട്ട് പോയി. ശ്രീദേവിൻ്റെ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് മിത്രയും ഷൂട്ടിംഗ് സെറ്റിലെ പല ആളുകളും അമ്പരപ്പോടെയാണ് അതെല്ലാം നോക്കിക്കണ്ടത്. ദയയും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിനെപ്പറ്റി ദയ ഒരുപാടൊന്നും അന്വേഷിക്കാനും പോയില്ല, ആരോടും സംസാരിക്കാനും പോയില്ല. വൈകുന്നേരമായതും ദയ ദക്ഷയെ വിളിച്ചു. ആ സമയം ശ്രീദേവ് ദക്ഷയുമായി സംസാരിച്ചു കൊണ്ടേ നിൽക്കുമ്പോഴാണ് ദയയുടെ കോള് വരുന്നത്. ആ കോള് കണ്ടതും, ദേവ്, ചേച്ചി വിളിക്കുന്നു, ഞാനൊന്ന് കോൾ അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് വേഗം തന്നെ ദക്ഷ കോൾ അറ്റൻഡ് ചെയ്തു. മോളെ, നാളെ പിറന്നാളാണ്, മറന്നിട്ടില്ലല്ലോ? ദയ ചോദിച്ചു. ഇല്ല ചേച്ചി, മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോകുന്ന കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. ദയ ദക്ഷയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവ് ഒന്നും അറിയാത്തതുപോലെ ദയയുടെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ടോ നീ? സാധാരണ എറണാകുളത്തപ്പനെ കാണാനാണല്ലോ പോകുന്നത്. ഇപ്രാവശ്യത്തെ പിറന്നാളിന് എന്തു ചെയ്യും? ദയ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെയുള്ള ക്ഷേത്രത്തിൽ പോകാമെന്ന് കരുതുന്നു ചേച്ചി. ആ സമയത്ത് പെട്ടെന്ന് ഓർത്തില്ലല്ലോ. ശരണ്യയുടെ നിർബന്ധവും പിന്നെ ഇവിടുത്തെ മുത്തശ്ശി വന്നതും കൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നു. ഇക്കാര്യത്തെപ്പറ്റി ഞാനും ഓർത്തില്ല, മുത്തശ്ശിയും ഓർത്തില്ല എന്നാണ് പറഞ്ഞത്. ഓർത്തിരുന്നെങ്കിൽ മുത്തശ്ശി വിടില്ലായിരുന്നത്രേ. കുറേ പരാതിയൊക്കെ പറഞ്ഞു, എന്നോട് ഇന്ന് അങ്ങോട്ട് ചെല്ലാനൊക്കെ പറഞ്ഞു, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴെല്ലാം ദയ ശ്രീദേവിനെ നോക്കി ചിരിക്കുന്നുണ്ട്. ചേച്ചിയുടെയും അനിയത്തിയുടെയും സംസാരം നീണ്ടു പോയിക്കൊണ്ടിരുന്നു. അത് വ്യക്തമായിട്ട് അടുത്തിരുന്നു കൊണ്ട് ശ്രീദേവ് കേൾക്കുന്നുണ്ടായിരുന്നു. അവളിൽ നിന്നും എന്തെങ്കിലും ഒക്കെ വീണ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശ്രീദേവ് ഇരിക്കുന്നത്. ഒന്നും അവളായിട്ട് തുറന്നു പറയില്ല, അവളെ ഇഷ്ടങ്ങളോ ഇഷ്ടക്കേടുകളോ ഒന്നും എന്നവന് മനസ്സിലായിരുന്നു ഇതിനോടകം തന്നെ. ദയ ദക്ഷയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ വെച്ചതും, നാളെ ദക്ഷയുടെ പിറന്നാളാണ്, അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു. സാധാരണ പെണ്ണ് വീട്ടിൽ തന്നെ ഉണ്ടാകാറുണ്ട് ഈ പിറന്നാൾ ദിവസേ. ഏപ്രിൽ മാസം എപ്പോഴും അവധിയായിട്ട് വീട്ടിലുണ്ടാകുമല്ലോ, അങ്ങനെ ഉണ്ടാകാറുണ്ട്. അത് രാവിലെ തന്നെ മുത്തശ്ശിയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ എറണാകുളത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവും. അതും മുടക്കാറില്ല. അവളും മുത്തശ്ശിയും അതെ. ഇപ്രാവശ്യം അതിൻ്റെ ചെറിയ വിഷമമെങ്ങാനുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. പക്ഷേ ആള് ഹാപ്പിയാണ്. എന്നോട് ഇവിടെ ഏതോ ഒരു ശിവക്ഷേത്രത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ദയ പറഞ്ഞു. ആ, ഇവിടെയുണ്ടല്ലോ, വേണമെങ്കിൽ വടക്കുന്നാഥൻ്റെ അടുത്ത് പോവാലോ, ശ്രീദേവ് പറഞ്ഞു. അത് ശരിയാണല്ലോ, അത് ഞാൻ അവളോട് പറയാം, ദയ പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് മിത്രയും വന്നു. മിത്രയുടെ ഷൂട്ട് കഴിഞ്ഞില്ലേ? ദയ ചോദിച്ചു. ഇന്നത്തെ സീൻ കഴിഞ്ഞു, ഇനി നാളെയുണ്ട്.
ഇനി ബാക്കിയെല്ലാം വരുന്നത് ഹൈദരാബാദാണ് എന്നാണ് പറഞ്ഞത്. ശ്രീദേവ് ഇത്രയും ദിവസം വരാതിരുന്നത് കൊണ്ട് ഇവിടെ ചെറിയ സീനുകൾ മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. ബാക്കിയെല്ലാം ഹൈദരാബാദാണ്, മിത്ര പറഞ്ഞു. ശ്രീദേവ്, താൻ ആ ജ്വല്ലറി ഷോപ്പിൻ്റെ ആഡ് ചെയ്യാൻ ഇതുവരെയും അവർക്ക് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്താടോ, താനത് ചെയ്യുന്നില്ലേ? മിത്ര ചോദിച്ചതും ശ്രീദേവ് അവളുടെ മുഖത്തേക്ക് നോക്കി. ഓ അതോ, ഇല്ലടോ, ഞാൻ ചെയ്യുന്നില്ല. ഞാനും താരയുമായിരുന്നല്ലോ അത് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് താരയെ മാറ്റിയിരിക്കുന്നു. വേറെ ഏതോ ഒരു ആർട്ടിസ്റ്റാണെന്നാണ് പറഞ്ഞത്. താരയില്ലെങ്കിൽ പിന്നെ അതിൽ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അത് എഗ്രിമെൻ്റ് ചെയ്തത്. പെട്ടെന്ന് അതിൽ നിന്നും ഒരാളെ മാറ്റുമ്പോൾ, അതും വ്യക്തമായ കാരണങ്ങളില്ലാതെ വന്നപ്പോൾ ഞാനതിൽ കൂട്ടുനിൽക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ താരയുമായിട്ട് സംസാരിച്ചു. എന്തുകൊണ്ടാണ് അതിൽ നിന്നും താരയെ ഒഴിവാക്കിയത് എന്നുള്ള ഒരു കാരണം വേണമല്ലോ. അത് ഇതുവരെ താരയോട് അവർ പറഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ അണിയറ പ്രവർത്തകരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും വ്യക്തമായ ഒരു മറുപടിയില്ല. അങ്ങനെയുള്ള ഒരു ആഡിൽ വർക്ക് ചെയ്യാൻ എനിക്കും താല്പര്യമില്ല. ഇനി ഇതുപോലെ തന്നെ ഒരു കാരണവും ഇല്ലാതെ പകുതിക്ക് വെച്ച് എന്നെ ഒഴിവാക്കില്ല എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ശ്രീദേവ് മിത്രയുടെ മുഖത്ത് നോക്കി തന്നെയാണ് പറഞ്ഞത്. മിത്രയാണ് അതിൽ തൻ്റെ കൂടെ അഭിനയിക്കുന്നത് എന്ന് ശ്രീദേവിന് അറിയാമായിരുന്നു. എന്നിട്ടും അറിയാത്തതുപോലെയാണ് ശ്രീദേവ് സംസാരിച്ചത്. ശ്രീദേവ്, അത് എല്ലാ ഭാഷകളിലും പോകുന്ന ഒരു ആഡാണ്. അത് ഈയൊരു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ താൻ കളയണോ? മിത്ര ചോദിച്ചു. മിത്ര, ഇത് നിസ്സാര കാര്യമായിട്ട് തനിക്ക് തോന്നുന്നുണ്ടാവും. നമ്മൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആളുകളുടെയും കൂടി ഒരു കംഫോർട്ട് നോക്കണ്ടേ? ഞാനും താരയുമായിരുന്നു അവരുടെ ആഡ് ആദ്യം മുതൽ ചെയ്തുകൊണ്ടിരുന്നത്. തനിക്കറിയാലോ. ഇനിയിപ്പോൾ ഞാനത് പുതിയൊരാളുടെ ഒപ്പം അഭിനയിച്ചാൽ തന്നെ ഞാൻ കാരണമാണ് താരയെ മാറ്റിയതെന്നും എൻ്റെ സമ്മർദ്ദം മൂലമാണ് അതിൽ പുതിയ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കും. എന്തിനാ ഞാൻ ആ പണിക്ക് പോകുന്നത്? ആവശ്യത്തിൽ കൂടുതൽ എന്നെക്കുറിച്ച് ഗോസിപ്പുകളുണ്ട്. ഇനി അതിനുവേണ്ടി ഇത് കൂടി കൊടുക്കാൻ താല്പര്യമില്ല. ഒരു ആഡല്ലേ, അത് പോയാൽ പോട്ടെ. എനിക്ക് പകരം വേറെ ഒരാൾ, ശ്രീദേവ് പറഞ്ഞു. അപ്പോൾ ശ്രീദേവ് തീരുമാനിച്ചോ അതിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന്? മിത്ര ആകാംക്ഷയോട് ചോദിച്ചു. ഇല്ല മിത്ര, ഞാനത് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ മാനേജറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ അയാൾ വിളിച്ച് പറഞ്ഞു കാണും, ശ്രീദേവ് പറഞ്ഞു. എന്നാലും ശ്രീദേവ് ഒന്നുകൂടി ആലോചിച്ചിട്ട് മിത്ര പറഞ്ഞു. എന്താ മിത്ര, ഞാൻ ആ ആഡിൽ വർക്ക് ചെയ്യണമെന്ന് തനിക്കൊരു നിർബന്ധമുള്ളതുപോലെ? ശ്രീദേവ് ചെറു പുഞ്ചിരിയോടെ തന്നെ ചോദിച്ചു. അത് ശ്രീദേവ്, താരയ്ക്ക് പകരം അതിൽ തൻ്റെ ഒപ്പം അഭിനയിക്കുന്നത് ഞാനായിരുന്നു, മിത്ര പറഞ്ഞു. അതെയോ? ഓ, അതെങ്ങനെ സംഭവിച്ചു മിത്ര? എനിക്ക് തോന്നുന്നു 4-5 വർഷമായിട്ട് ഞാനും താരയും തന്നെയാണ് അവരുടെ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് താരയെ മാറ്റി അവിടെ താൻ വന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും കളികൾ അതിനുള്ളിൽ കളിച്ചിട്ടുണ്ടോ? ശ്രീദേവ് പുഞ്ചിരിയോടെ തന്നെ എന്ന ഗൂഢമായി അവളോട് ചോദിച്ചു. ദയ ശ്രീദേവിൻ്റെയും മിത്രയുടെയും സംസാരം കേട്ടുകൊണ്ട് അതിനിടയിൽ ഇരിക്കുന്നുണ്ട്. ഇല്ല ശ്രീദേവ്, എന്നെ ആഡിൻ്റെ ഡയറക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. താരയ്ക്ക് എന്തോ ആഡിൻ്റെ ഷൂട്ട് വെച്ച സമയത്ത് വരാൻ പറ്റില്ലെന്ന് എന്തൊക്കെയോ പറഞ്ഞു. അതിന് പകരമാണ് എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ എനിക്കറിയില്ല, അവൾ ഒരു വെപ്രാളത്തോടെ പറഞ്ഞത് കേട്ടതും ശ്രീദേവ് ഒന്ന് മൂളി. എന്നാൽ ദയയ്ക്കും അവളുടെ വെപ്രാളം തിരിച്ചറിഞ്ഞു. എന്നാൽ ശ്രീദേവ്, ഞാൻ പൊയ്ക്കോട്ടെ, നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോയതും ശ്രീദേവ്, എന്തുപറ്റി? മിത്രയ്ക്ക് എന്തോ ഒരു ടെൻഷനുള്ളതുപോലെ എനിക്ക് തോന്നിയതാണോ? ദയ ചോദിച്ചു. തോന്നിയതല്ലടോ, ഇതിനുള്ളിൽ കളിച്ചിരിക്കുന്നത് അവളാണ്. താര എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് അഡ്വാൻസ് വാങ്ങിയ വർക്കാണ്. എന്നിട്ട് അതിൽ നിന്നും താരയെ ഒഴിവാക്കി അവൾ കയറിയതാണ്, ശ്രീദേവ് പറഞ്ഞു. എന്തിന്? നമ്മളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതല്ലേ, എന്നിട്ട് എന്തിനാ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുന്നത്? ദയ ചോദിച്ചു. അങ്ങനെയും ചില ആളുകളുണ്ട്, മിത്ര പോകുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ശ്രീദേവ് പറഞ്ഞു. എന്നാൽ മിത്ര ആകെ ടെൻഷനിലായിരുന്നു. ഈ വർക്കിൽ നിന്നും താരയെ താൻ കാരണമാണ് പിന്മാറ്റിയത് എന്നറിഞ്ഞാൽ ശ്രീദേവ് വെറുതെ ഇരിക്കില്ല എന്ന് അവൾക്ക് തോന്നി. കാരണം ശ്രീദേവിന് താരയോട് ഒരു പ്രത്യേക താല്പര്യക്കൂടുതലുണ്ട്. മറ്റൊന്നുമല്ല, അവൾ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അവൾ അവളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന ജോലിയാണ് മോഡലിങ്ങിലൂടെയാണ് അവൾ ഈ ആഡിലേക്ക് വന്നത്. തുടക്കം മുതലേ ശ്രീദേവിൻ്റെ ഒപ്പം ആ ആഡിൽ താര തന്നെയായിരുന്നു. അതിന് പ്രധാന ഒരു കാരണവും ശ്രീദേവ് തന്നെയാണ്. ഇനി ഇതെല്ലാം അറിയുമ്പോൾ ശ്രീദേവ് എങ്ങനെയായിരിക്കും തന്നോട് പെരുമാറുക എന്നാലോചിച്ച് അവൾക്ക് ചെറുതായി പേടി തോന്നി.
ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ സ്റ്റോറി വലിച്ചു നീട്ടുന്നതായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ടോ? വലിച്ചു നീട്ടുന്നതല്ല കേട്ടോ, ഇതിൽ ചില പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നതാ. ഇപ്പോൾ ഇന്ന് തന്നെ മിത്രയെ കൊണ്ടുവന്നില്ലേ? ഒരു കുഞ്ഞു വില്ലത്തിയായിട്ട് മിത്ര വരുന്നുണ്ട്. മിത്രയെ ഇതിലേക്ക് എനിക്ക് കൊണ്ടുവരണമായിരുന്നു. പിന്നെ ശ്രീദേവിനെയും ദക്ഷയും കുറച്ചുകൂടി ഒന്ന് അടുപ്പിക്കണമായിരുന്നു. പെട്ടെന്ന് അവർ ഇഷ്ടം പറഞ്ഞ് ഒത്തിരി അടുത്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള മൊമെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരെ കുറച്ചുകൂടി നന്നായിട്ട് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സീനുകൾ കൊണ്ടുവന്നത്. അത് അതിൻ്റേതായ രീതിയിൽ തന്നെ നിങ്ങൾ കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.